നമ്മൾ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘടന ഉണ്ടായോ? വർഗീയ സംഘടന അടിച്ചമർത്താൻ കഴിയാതെ പട്ടാളം ഇറങ്ങേണ്ടി വന്ന ഒരു ഗതികേട് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ ഇന്ത്യയിൽ പലയിടങ്ങളിലും. കേരളത്തിൽ എവിടെയെങ്കിലും ആരുടെയും ഭവനങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ബുൾഡോസറുകൾ വന്നോ, ബുൾഡോസറുകൾക്ക് പിന്നാലെ സായുധരായ പോലീസുകാർക്ക് വന്നോ, അവർക്ക് പിന്നാലെ കാക്കി അണിഞ്ഞതായിട്ടുള്ള ആളുകൾ കയ്യിൽ വിസിലുമായി അത്തരത്തിൽ അവർ വന്നുവോ? ആരുടെയെങ്കിലും ഭവനങ്ങൾ ഇടിച്ചു നിരത്താനായി അത്തരത്തിൽ വന്നുവോ? അങ്ങനെ വന്നില്ലല്ലോ. കേരളത്തിൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ, കേരളത്തിന് ഇന്ത്യ ഗവൺമെൻറ് GST ഇനത്തിൽ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള പണം, അത് GST കൗൺസിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. 100 രൂപ ഇവിടെ നിന്ന് കിട്ടിയാൽ തിരിച്ച് കേരളത്തിന് അതിൻ്റെ 28 രൂപ പോലും തിരിച്ചു നൽകുന്നില്ല. ഇത് സത്യമല്ലേ? ആണല്ലോ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്രയാണ് കൊടുക്കുന്നത്? 100 രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 111 രൂപ 38 പൈസ കൊടുക്കുകയും 100 രൂപ പിരിച്ചുകൊണ്ട് പോയാൽ അവിടെ 131 രൂപ വരെ ബഡ്ജറ്ററി വിഹിതമായും ഗ്രാൻസ് ഇൻ എയ്ഡായും മറ്റു വിധത്തിൽ നൽകുകയും ചെയ്യുമ്പോൾ കേരളം എന്നൊരു സംസ്ഥാനത്തിന് 30 രൂപ, അത് പോട്ടെ 28 രൂപ പോലും തികച്ചു നൽകാത്തതായിട്ടുള്ള സ്ഥിതി. എന്താ ഇക്കാര്യത്തിൽ? ഈ പറയുന്നതായിട്ടുള്ള വിഹിതത്തിൽ നിന്നുകൊണ്ട് വേണം കേരളത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്താൻ കേരളം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സാമൂഹ്യ സുരക്ഷിതത്വം കേരളത്തിലുള്ള കാര്യം വിമർശിക്കാം, ശരിയാണ്, അത്തരം കാര്യങ്ങൾ വിമർശിക്കാം. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് മാത്രമോ അല്ലെങ്കിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാരുടെ വിഷയവും മാത്രമൊന്നുമല്ല. കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് വന്ന് കേരളത്തിലെ ജനങ്ങളെ സോമാലിയക്കാരെന്ന് വിളിച്ചത്? മറന്നു പോകണമല്ലേ? മറന്നു പോകണമെന്ന് പറയുന്ന ആളുകൾക്ക് മറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നെപ്പോലുള്ളവരുടെ കാതുകളിൽ ആ ഹിന്ദിയിലെ പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ സോമാലിയക്കാരാണ് എന്ന് വിളിച്ചത്. അവരുടെ മുന്നിലേക്ക് തന്നെ കൈകൂപ്പി പിന്നീട് വരുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യമര്യാദ ഉള്ളവരാണ് കേരളീയർ എന്നുള്ളത് കൊണ്ട് അതെല്ലാം നമുക്ക് സഹിക്കാം. നമ്മുടെ മുന്നിലേക്ക് ഭിക്ഷയാചിച്ച് വരുന്നത് എവിടെ നിന്നാണ്? അജിംഷാദ് ഒന്ന് നോക്കൂ. ഈ തിരുവനന്തപുരത്തെ ഗവർണറുടെ, അത് ലോക് ഭവൻ എന്നോ അല്ല രാജ്ഭവൻ മാറ്റി വേറെ ഏതെങ്കിലും ബോർഡ് വെച്ചാലോ ഒക്കെ ആയിക്കോട്ടെ, അതെല്ലാം ഈ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള നികുതി പണത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ അത്തരത്തിലൊരു ഗവർണർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ അവിടെ നടത്തുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. തർക്കമൊന്നുമില്ല. അവിടെ ട്രാഫിക് ഐലൻഡിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പാളത്താറോടുത്ത ആളുകൾ എവിടെ നിന്നാണ് വന്നത്? അജിംഷാദെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് പാറശാല വരെ വന്നവരൊന്നുമല്ല. UP-യിൽ നിന്നാണ് വന്നത്, രാജസ്ഥാനിൽ നിന്നാണ് വന്നത്, മധ്യപ്രദേശിൽ നിന്നാണ് വന്നത്, ബീഹാറിൽ നിന്നാണ് വന്നത്, ഒഡീഷയിൽ നിന്നാണ് വന്നത്. ഈ നാട്ടിൽ നിന്നാണ് പാളത്താറോടുത്ത വലിയ നേതാക്കൾ കേരളത്തിലേക്ക് വന്നിട്ട് പഠിപ്പിക്കാനായി വരുന്നത്. എങ്ങനെ ഈ കേരളത്തിലുള്ള ആളുകൾ ഞങ്ങളെപ്പോലെ മാറണം എന്നുള്ളത്, എങ്ങനെ ഞങ്ങളെപ്പോലെ വികസിക്കണം എന്നുള്ളത്. അവരുടെ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. അല്ലാതെ അഖിലിൻ്റെയും സമ്പത്തിൻ്റെയും തൗഫീഖിൻ്റെയും ജയചന്ദ്രൻ്റെയും അജിംഷാദിൻ്റെയും നാട്ടിൽ നിന്ന് ഒരാളും ഇന്ത്യയിൽ ഒരിടത്തും ഭിക്ഷ യാചിക്കാനായി, തെണ്ടാനായി, യാചിക്കാനായി പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ഒരിടത്തും അവരങ്ങനെ പോകുന്നില്ല. പോകുന്നത് പഠിക്കാനായിരിക്കും, ഉന്നത വിദ്യാഭ്യാസത്തിനായിരിക്കും, തൊഴിലിനായിരിക്കും, അവരുടെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാനായിരിക്കും പോകുന്നത്. ഈ കേരളത്തെ അടച്ചാക്ഷേപിക്കും. LDF-നെ ആക്ഷേപിക്കാം, ഒരു കുഴപ്പമില്ല. അതിന് നേതൃത്വം നൽകുന്ന CPM-നെ ആക്ഷേപിക്കാം, ഒരു കുഴപ്പവുമില്ല. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെയും ആക്ഷേപിക്കാം, ഒരു കുഴപ്പവുമില്ല. തൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ആളിനെ തൻ്റെ മടിയിലിരുത്തി പേരിട്ടതുപോലെ പല ആളുകൾക്കും അത്തരത്തിലും പറയാം. ഞാൻ അവരുടെ ഒന്നും പേരുകളൊന്നും പറയുന്നില്ല. എന്തിനാണ് അത്തരത്തിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളായിട്ടുള്ള പല ആളുകളും അവരെയൊന്നും കൊണ്ടുവന്ന് നമുക്കൊരു ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് പോലും കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഗതികേടിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഇരകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വേട്ടനായ്ക്കൾക്കൊപ്പം ഓടുകയാണ്, വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് ഏത് രാഷ്ട്രീയ കക്ഷികൾക്കായാലും അതൊന്നും അഭികാമ്യമായ കാര്യമല്ല. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെ ഞങ്ങൾ തുടരട്ടെ. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താൻ ദയവായി അനുവദിക്കുക. അക്കാര്യങ്ങളിൽ ഞങ്ങളുടേതായിട്ടുള്ള തർക്കങ്ങൾ, ആ കാര്യങ്ങൾ അത് തുടർന്ന് തന്നെ പോകട്ടെ. അത് ജനങ്ങൾക്ക് മുമ്പിലാണ് അത്തരം കാര്യങ്ങൾ വരിക. ഇപ്പോൾ ആര് വോട്ട് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ അവർ പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴാണ് അറിയുക. 5 കൊല്ലത്തിന് മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്നപ്പോൾ ഞങ്ങളോട് പല ആളുകളും പറഞ്ഞു, അന്ന് മുതിർന്ന നേതാക്കളാണ് 2 മറ്റ് മറുമുന്നണികളിൽ ഉണ്ടായിരുന്നവർ, അന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞത് അവർ മറന്നുപോയിട്ടുണ്ടാവും പിന്നീട്, പക്ഷേ ഞങ്ങൾ പലരും മറന്നുപോയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടും സീറ്റും നേടിക്കൊണ്ടാണ് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ നേടിക്കൊണ്ടാണ് LDF-ൻ്റെ വിജയം ഉറപ്പിച്ചതും വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്ക് വന്നത്. ഞാൻ ആ ചരിത്രം ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിൽ ഇഷ്ടമില്ല ഒരു പാർട്ടിയെ, നമുക്ക് മനസ്സിലൊരു നേതാവിനെ ഇഷ്ടമില്ല, അവരുടെ രാഷ്ട്രീയ നയങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ജനങ്ങളെല്ലാവരും അത് 2 കൈ നീട്ടി സ്വീകരിച്ചുകൊള്ളും എന്നുള്ള നിലയിലേക്കുള്ള അത്തരത്തിലുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെ അവർ അത്തരം കാര്യങ്ങൾ അവർ വിലയിരുത്തും, അവർ വിധി എഴുതും. ആ വിധിയെഴുത്തിനെ നമ്മൾ അംഗീകരിക്കണം. അതാണ് പൊതു രാഷ്ട്രീയ ചിന്ത എന്നുള്ളത്. തീർച്ചയായും.